ഹൈമാവതി കൃഷിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് കണ്ട, ഇതിപ്പോൾ നമുക്ക് ഒരു കോയക്ക പൂവും കായും നല്ലോണം ഉണ്ടായിട്ട് നല്ല ഉഷാറായിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു വളമുണ്ടാക്കാനാണ് അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് പഴത്തിൻ്റെ പഴത്തോലുകൊണ്ട് ഞാനൊരു നല്ലൊരു അടിപൊളി വളം ആക്കി കാണിച്ചു തരാം. കേട്ടോ, വളം ചീഞ്ഞ അമിഞ്ഞു ഇത് മുറിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇട്ടേ, ഇത് അരച്ചിട്ട് അതിന് കലക്കി ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇതെന്തെല്ലാം വേണ്ട വെച്ചാൽ പഴത്തോല്, പിന്നെ കറ്റാറ് വാഴ, പിന്നെ കുറച്ച് സീമക്കൊന്നേനെ ചപ്പ്, ഇതെല്ലാം കൂടി എടുത്തിട്ട് അരച്ച് കൊടുക്കുക. അരച്ചിട്ട് എന്താ ഉണ്ടല്ലേ പഴത്തിൻ്റെ തോലാണ്. ഇത് 2-3 ദിവസമായി ഇട്ട് വെച്ചിട്ട് അത് ചീഞ്ഞ് പോയി. ചീഞ്ഞാൽ മോശമൊന്നുമല്ല, നല്ലതാണ്. ചീഞ്ഞാൽ വേഗം അരച്ച് കിട്ടും. അതുകൊണ്ട് ചീഞ്ഞ് പോയിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടാ തോല് കറുത്ത് പോയി, സാരമില്ല. 2-3-4 ദിവസമായി ഇട്ട് വെച്ചിട്ട് അതാണ്. എന്താ നല്ല അടിപൊളി വളമായി. കുറച്ച് കഞ്ഞീൻ്റെ വെള്ളം കൂടി കൂട്ടാൻ, കഞ്ഞീൻ്റെ വെള്ളം ഇന്നില്ല, അതുകൊണ്ട് കഞ്ഞീൻ്റെ വെള്ളം ചേർക്കുന്നില്ല. കണ്ട, ഇത് മുറിച്ചിട്ടിട്ട് ഇത് കറ്റാർ വാഴയാണേ. ഇത് മുറിച്ചിട്ടിട്ട് ഇതും കൂടി മുറിച്ചിടയില്ലേ, എന്നിട്ട് ഇതും മുറിച്ചിട്ട് ഇതിൻ്റെ കൂടെ പിന്നെ ഈ സീമക്കൊന്ന ചപ്പായി. ഈ സീമക്കൊന്ന വേണ്ട, സീമക്കൊന്ന ഉണ്ടല്ലേ, ഇതാണ് സീമക്കൊന്ന. ഇത് പൊടിയിൽ അരിഞ്ഞിടട്ടെ. എന്താ അരിഞ്ഞിട്ടിട്ട് ഇത് നമ്മൾ അരച്ച് കൊണ്ടുവയ്യ, അരച്ചിട്ട് അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക. കായ് നല്ലപോലെ ഉണ്ടാകുന്നുണ്ട് കായ്, അതുകൊണ്ട് നല്ലപോലെ ഉണ്ടാവാനും നല്ല കായ് വണ്ണം വെക്കാനും എല്ലാം വേണ്ടിയിട്ടാണ് ഇത് പൂക്കാനും നല്ലപോലെ പടന്ന് വന്ന് കൂടി തരും. മറ്റെല്ലാം പോയതിന് ഒന്നുമില്ല, ഒരു തണ്ടുകാനും ഒരു ഭാഗത്ത് ഉണ്ടായിന്, അത്രയേ ഉള്ളൂ. ഇപ്പം നല്ലോണം തണ്ട് വന്നിട്ട് വളർന്ന് കൂടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഏതെന്നാൽ ഇതിനൊരു വളം, നല്ലൊരു അടിപൊളി വളം ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇപ്പം കണ്ടില്ലേ, നല്ല അടിപൊളി വളമാണ്. പച്ചച്ചാണകം ഇല്ലെങ്കിലും ഈ വളം ഉണ്ടായാലും നമുക്ക് അടിപൊളിയായിട്ട് പച്ചക്കറി കൃഷി ചെയ്യാൻ പറ്റും. ഉണ്ടല്ലേ, പഴത്തിൻ്റെ തോലെടുത്ത് വെച്ചാൽ അതിൻ്റെ തോലിൻ്റെ വെള്ളം കഴിച്ചു. എന്താ ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോയിട്ട് ഇത് അരച്ചിട്ട് വരട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ അരച്ച് കൊണ്ടുവന്നു. കണ്ടോ, ഇതിപ്പോൾ അരച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നു. കണ്ടോ, ഇത് കണ്ടില്ലേ, ഇതുപോലെ ഉണ്ട്. ഇത് അരച്ച് കൊണ്ടുവരുമ്പോൾ നല്ല കറുപ്പ് കളറിൻ്റെ, ഇപ്പോൾ തോല് പഴുത്ത് തോലായതുകൊണ്ട് നല്ല കറുപ്പ് വന്നിന്. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടട്ടെ, അത് നല്ലതാണ്. മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി വളമായിട്ട് വരും. ഇതിപ്പോൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകാനാണ്. കോഴക്കൊക്കെ ഇടണം. ഇവിടെ കുറച്ച് മുളകിനിട്ടേ, ഉണ്ടല്ലേ. കണ്ടോ, നല്ല വളം എന്ന് പറഞ്ഞാലും പോലെ. കണ്ടോ, നല്ല ചാണകം ഉപ്പില്ല. കണ്ടോ, ഉണ്ടല്ലേ, ചാണകം കലക്കിയ വെള്ളത്തെക്കാട്ടി നല്ല അടിപൊളി വളമാണ്. ഞാൻ 2 ഇതിന് ഒഴിച്ച് കൊടുക്കട്ടെ, പിന്നെ ആ മുളകിന് ഒഴിക്കട്ടെ. ഇത് ഇപ്പം മഴ വരുന്നുണ്ട്. ഇപ്പം എന്താ വേണ്ടതെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പുറം കൊണ്ട് കൊടുത്ത് നോക്കട്ടെ. വേണ്ട, ഇപ്പം ഞാനിപ്പോൾ ഈ ചാണകം വെള്ളം ഇതുണ്ടല്ലോ അരച്ച് കളിക്കൊണ്ട മരുന്ന് കൊണ്ടുപോയിട്ട് അതിന് ഒഴിക്കാൻ, ആ വളം കൊണ്ടുപോയിട്ട് അതിന് ഒഴിക്കാൻ. അതിന് നല്ല ചാണകം വെള്ളം വേണ്ടിയിട്ട് ഇത് കാണുമ്പോൾ കണ്ടില്ല. ഇപ്പോൾ ഇതിൻ്റെ ഒരു മഞ്ഞളും കൂടി ഉണ്ട്, അതും കൂടി അങ്ങോട്ടെ. ഇല്ലേ, നല്ല ഉഷാറായിട്ട് വന്നോളൂ. ഈ കാരം വനക്കും വേണ്ട. ഇനിയിപ്പം ഇത് ഇങ്ങനെ ആയി. ഇപ്പം കണ്ട, നമ്മളിപ്പം എൻ്റെ കോയ കണ്ട, ഇപ്പം വളർന്നിട്ട് ഇതിനടുക്കത്തെ മരുന്ന് അടിച്ചിട്ട് ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഇനി ഒരു മരുന്നും കൂടി അടിച്ച് കൊടുക്കണം. കായ്ക്ക് പുഴു വരുന്നുണ്ട്. കണ്ടാ വളർന്നിട്ടുണ്ട്. ഇപ്പം ഒരുപാട് അതിന് തല പൊട്ടി വരുന്ന കണ്ട, ഒരുപാട് തലകൾ പൊട്ടി വരുന്നുണ്ട്. അതാണ്ട
തല പൊട്ടി പൂത്ത് നല്ല തിരി വന്ന് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കണ്ട കാണുന്നില്ലേ? മറ്റേ വെറും ഉണങ്ങിപ്പോയി. ഞാൻ തണ്ട് തേച്ച് ഉണങ്ങിയതായിരുന്നു. ആ തണ്ടെല്ലാം ഉണങ്ങിയെടുത്ത് ഇപ്പോൾ തേർത്തിട്ട് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി ഒരാഴ്ച കൂടി കഴിയുമ്പോഴേക്ക് ഇതെല്ലാം നിറഞ്ഞ് നിൽക്കും. ഇഷ്ടംപോലെ കായ് ഉണ്ടാവുകയും ചെയ്യും. കണ്ടില്ലേ? ഇതാ കണ്ടില്ലേ? കണ്ടില്ലേ നിങ്ങൾ? കാണുന്നുണ്ടോയെന്നറിയില്ല, കാണുന്നില്ലെന്ന് തോന്നുന്നല്ലേ. മഴ നനഞ്ഞോണ്ടാ ഇങ്ങോട്ട് വെക്കാനൊരു മടി. കണ്ടില്ലേ? ഉണ്ടോ? കണ്ടില്ലേ? ഇതാ നല്ലോണം തിരി വന്നതായിട്ട് വെച്ചും തിരി വന്ന് കൂടിയതായി. കണ്ട ഇത് കണ്ടില്ലേ? ഇതാ കണ്ടാ? കണ്ടില്ലേ? അതാ നല്ല പൂക്കൾ വന്നിട്ട് വേണ്ട, നല്ലപോലെ വന്നിട്ടില്ല. വേണ്ട കണ്ടില്ലേ? അതേപോലെ അങ്ങോട്ടുണ്ടത് കണ്ടില്ലേ? അങ്ങോട്ട് അതാണ്ട് എല്ലാം നല്ല വന്നിട്ടാണ് തേരി വരുന്ന അങ്ങനെ തണ്ടില്ലായിരുന്നു. ഇപ്പം എല്ലാം തണ്ട് വന്നു കൂടിയില്ലേ? ഒന്നുമില്ലാണ്ട് പഴുത്തിട്ട് എല്ലാം പഴുപ്പെല്ലാം മാറി. ആ മരുന്നടിച്ച് കൊടുത്തതിന് ശേഷം പഴുപ്പെല്ലാം മാറി. ഇനിയിപ്പോൾ ഒരു മരുന്നടിച്ച് കൊടുത്തു. ആ കോയക്കാക്ക് പുഴു വരുന്നുണ്ട്, ഉണ്ടാകുന്നതിന് പുഴു കുത്തുന്നുണ്ട്. ആ പുഴുവിന് ഒരു മരുന്നും കൂടി നാളെ ഇന്ന് അടിച്ചു കൊടുക്കണം. അത് അടിച്ചു കൊടുത്താൽ നമ്മളെ കണ്ടീഷൻ കോയക്കായി ഇഷ്ടംപോലെ പിന്നെ നമുക്ക് പറിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മരുന്നടിച്ചു കൊടുക്കണം. ജൈവ മരുന്നായതുകൊണ്ടുണ്ടല്ലോ വേഗം അത് മരുന്നടിച്ചു കൊടുത്താലും അതങ്ങ് പോവും. പിന്നെ നമ്മളത് 2 ദിവസം കഴിയുമ്പോൾ ആദ്യം പുഴു വരും. ഈ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് അടിക്കുമ്പോഴല്ല, ഈ മരുന്നാകുമ്പം അങ്ങനെ പോവില്ല, ചത്തു പോവില്ല, ഇനി ഇറങ്ങി പോവേ ഉള്ളൂ. അതുകൊണ്ട് ഇതിപ്പം ഞാനിപ്പോൾ അതാണ് നിങ്ങളിങ്ങനെ കാണിക്കും. ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും വരുന്നവരെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടി അടിച്ചു കൊടുക്കുക കേട്ടോ.